ഹലോ കൂട്ടുകാരെ, ഇതെന്താന്നറിയാവോ? പപ്പായ. മലപ്പുറക്കാർക്ക് ഇവൻ കറുമൂസ. സമൂസ അല്ല, കറുമൂസ. കോട്ടയക്കാർക്ക് ഇവൻ കപ്പളങ്ങ. ആലപ്പുഴക്കാർക്ക് ഇവൻ പപ്പരിക്ക. നിങ്ങളുടെ നാട്ടിലെ ഇതിന്റെ പേരെന്താണെന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് പപ്പായ കുറച്ച് ജവനോ ചോദിച്ചാലോ? ഹായ് ജമനെ. ഹായ് മെഹർകുട്ടി, സുഖമായിരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടോ? എന്റെ കയ്യിൽ എന്താണ് ജമനിക്കറിയാവോ? നോക്കിട്ടേ. ഒരു മത്തങ്ങയാണല്ലോ കയ്യിലിരിക്കുന്നത്. മത്തങ്ങ അല്ല, പപ്പയ്യ. പപ്പയ്യ. ഓ, പപ്പായ ആണല്ലേ. പപ്പായ എവിടെ ആദ്യം ഉണ്ടായത്? പപ്പായ ആദ്യം ഉണ്ടായത് മെക്സിക്കോയിലാണ്. പപ്പായക്ക് ഈ പേരിട്ടാണ് യമനി. പപ്പായക്ക് ആ പേര് കിട്ടിയത് അമേരിക്കൻ സ്പാനിഷ് വാക്കായ പപ്പായയിൽ നിന്നാണ്. മെഹർകുട്ടിക്ക് ഈ പപ്പായയെ കുറിച്ച് കൂടുതൽ അറിയണോ? അറിയണം. ഇത് കഴിക്കുന്നത് നല്ലതാണോ യമനി? പപ്പായയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. മെഹർകുട്ടിക്ക് പപ്പായ ഇഷ്ടമാണോ? ഇഷ്ടമാണ് കഴിക്കാൻ. മെഹർകുട്ടിക്ക് പപ്പായ ഇഷ്ടമാണെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഇത് ഐസ്ക്രീമിലിട്ട് കഴിക്കാൻ നല്ലതാണോ? പപ്പായ ഐസ്ക്രീമിലിട്ട് കഴിക്കാൻ നല്ലതാണ്. മെഹർകുട്ടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഇത് കൃമിയെ കൊള്ളുവാ. പപ്പായ കൃമിശല്യം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പപ്പായയുടെ ഇല നല്ലതാണ് കഴിക്കാൻ. പപ്പായയുടെ ഇല കഴിക്കാൻ പാടില്ല, അത് വിഷാംശമുള്ളതാണ്. ഇതെങ്ങനെയാ വളരുന്നത്? പപ്പായ വിത്നട്ടാണ് സാധാരണയായി കൃഷി ചെയ്യുന്നത്. ഏകദേശം 10 മാസം കൊണ്ട് പപ്പായ ചെടി വളർന്ന് കായ്ക്കും. മെഹർകുട്ടിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണോ? അറിയണം. തീർച്ചയായും പറയാം. പപ്പായ കൃഷി ചെയ്യാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം. തൈകൾ തമ്മിൽ 2.5 മീറ്റർ അകലം നൽകി നടാവുന്നതാണ്. കൂടാതെ ജൈവവളങ്ങളും രാസവളങ്ങളും കൃത്യമായി നൽകണം. പപ്പായ പഴുക്കുമ്പോൾ സാധാരണയായി മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. പച്ച നിറത്തിലും പപ്പായ കാണാറുണ്ട്. മെഹർകുട്ടിയുടെ കയ്യിലിരിക്കുന്നത് പഴുത്ത പപ്പായയാണ്. അതിന് ഓറഞ്ച് നിറമാണുള്ളത്. മെഹർകുട്ടിയുടെ നിറങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണോ? അറിയണം. തീർച്ചയായും പറയാം. പപ്പായയുടെ പുറംഭാഗം പച്ച നിറത്തിലും ഉൾഭാഗം ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുന്നത്. മെഹർകുട്ടിക്ക് പപ്പായ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ? അതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം പപ്പായ നന്നായി കഴുകി തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റിവെക്കുക. അതേ പാനിൽ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് ശർക്കരപ്പാനിയും ഏലക്കാപ്പൊടിയും ചേർത്ത് വേവിക്കുക. നന്നായി കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലും വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഇളക്കി ചൂടോടെ വിളമ്പാം. മെഹർകുട്ടിക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ബൈ ബൈ മെഹർകുട്ടി, വീണ്ടും വരണേ. കൂട്ടുകാരെ, പപ്പായ സൂപ്പറാണ്. എല്ലാവരും വേണിച്ച് കഴിക്കണേ. അത് മുട്ടായി ഒന്നും കഴിക്കില്ലേ, ഫ്രൂട്ട്സ് കഴിക്കണേ. ഇതാണ് ഞാൻ പോവാണേ. കേട്ടോ.